നമുക്ക് മറ്റു മാർഗമില്ല. കാപട്യത്തിലൂടെ ശ്രമിച്ചു നോക്കുകയാണ് വേണ്ടത്. പുത്രി, നമ്മുടെ സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശക്തി അധികം സമയമുണ്ടാവില്ല. എന്നാൽ നമുക്ക് നിന്റെ രക്ഷ നിർവഹിച്ചേ മതിയാവൂ. നീ രൂപനഗരത്തിന്റെ ഭാവിയാണ്. നീ തന്നെയാണ് രൂപനഗരത്തിന്റെ രക്ഷ നിർവഹിക്കേണ്ടത്. ഇതെന്താണ്? ഈ അറയിൽ ആയുധങ്ങളുണ്ട്, എന്നിട്ടും ഇദ്ദേഹം അത് പ്രയോഗിക്കാത്തത് എന്തുകൊണ്ടാണ്? നീ തന്നെയാണ് രൂപനഗരത്തിന്റെ ഭാവി. നീ തന്നെയാണ് ഈ രൂപനഗരത്തെ സംരക്ഷിക്കേണ്ടതും. ഇരുളാകെയും ഒളിയേകി നീ പ്രത്യാശയായെന്നും നീ ദേവതേ രാജകന്യേ രൂപവതീ. ഇപ്പോൾ പകുതിയേ ആയിട്ടുള്ളൂ. ഇനി പകുതി ജോലി കൂടി ബാക്കിയുണ്ട്. ഒരു ദിവസം നീ മനസ്സിലാക്കും നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന്. ആ സമയത്ത് നീ നിന്റെ യഥാർത്ഥ സ്ഥാനം കണ്ടുപിടിക്കും. അന്ന് മാത്രമാണ് ഈ ജോലി പൂർണ്ണമാവുന്നത്. മഹാരാജൻ വിക്രമദേവൻ! പിതാശ്രീ ജോഡില മുന്നോട്ട് വരുന്നു. അവളെ നമുക്ക് തടഞ്ഞേ മതിയാകൂ. അതെ, നീ പറഞ്ഞത് സത്യമാണ് പുത്രി. അവളെ തടഞ്ഞേ മതിയാവൂ. വരൂ, നിങ്ങൾ ഇരുവരും വരൂ. നമ്മുടെ പദ്ധതികൾ അനുസരിച്ച് ജോഡിലയെ തടഞ്ഞേ പറ്റൂ. വരൂ വരൂ, നമ്മുടെ കൂടെ തന്നെ നിൽക്കണം. വരൂ, അടുത്തേക്ക് വരൂ, അടുത്തേക്ക് വരൂ. നിങ്ങൾ ഇരുവരും ഇവിടെ തന്നെ നിൽക്കണം. നാം ഇവിടെ നിന്നും ആക്രമണം നടത്തുന്നതാണ്. നമ്മുടെ പദ്ധതികൾ അനുസരിച്ച് മുന്നോട്ട് പോകണം. എങ്കിലേ നമുക്ക് ജോഡിലയെ നേരിടാൻ സാധിക്കുകയുള്ളൂ. ശബ്ദിക്കരുത്. ഇനി ഒരു അക്ഷരം പോലും ശബ്ദിക്കരുത്. ഇവിടെ നിന്ന് നീ ഒരു ചുവട് പോലും മുന്നോട്ട് വെക്കാൻ പാടില്ല. നമുക്കെന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടാകുമോ? ഈ മഹാരാജാവിനെ ഇവിടെയുള്ള എല്ലാവരും സ്നേഹിക്കുകയാണല്ലോ. സത്യത്തിൽ ഇദ്ദേഹം നമ്മുടെ പിതാവിനെ വധിച്ചിട്ടുണ്ടാകുമോ? നമുക്ക് ഉറച്ച വിശ്വാസമുണ്ട് ഈ ഹാരം ആരുടേതാണോ അയാൾ തന്നെയാവും ആ പടയാളിയെ അയച്ചത് നമ്മുടെ അധികാരിയെ വധിക്കുവാനായി. ഇത് മഹാരാജൻ വിക്രമദേവന്റെ ഹാരമാണല്ലോ. ഇല്ല, നാം യാതൊരു പിഴവും ചെയ്യുകയില്ല. എല്ലാ സന്താനങ്ങൾക്കും അവരുടെ പിതാവ് പ്രിയപ്പെട്ടവനാണ്. എന്നാൽ ആരെയെങ്കിലും വധിക്കാനായി ആജ്ഞ നൽകുമ്പോൾ അദ്ദേഹം ഒന്ന് ചിന്തിക്കേണ്ടിയിരുന്നു. ആ വ്യക്തിയും ആരുടെയെങ്കിലും പിതാവായിരിക്കും, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഭർത്താവായിരിക്കുമെന്ന്.
വിക്രമദേവ വിക്രമദേവ ജോഡില വിക്രമദേവ, ഇപ്പോൾ നാം നിന്നെ വധിക്കാൻ പോകുന്നില്ല. കാരണം നീ നമുക്കേറെ പ്രയോജനപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് വധിക്കാത്തത്.